നിങ്ങൾ CM കോൺഗ്രസ്സുകാരെ കൊല്ലുന്നു. നിങ്ങളെല്ലാ പാർട്ടിയുടെയും ഈ അക്രമത്തിന്റെ എല്ലാം ഒരു ഭാഗത്ത് നാണോ മാനോ ഇല്ലാത്ത ഒരു പാർട്ടിയായി നിങ്ങൾ നിൽക്കുകയല്ലേ? അഭിമാനമുണ്ടോ നിങ്ങൾക്ക് സംസാരിക്കാൻ? CPM-ന്റെ മുഖ്യമന്ത്രിയാ, നിങ്ങൾ തലയിൽ വെച്ച് നടന്നാൽ മതി. കേരളത്തിലെ ജനങ്ങളുടെ ദേഹത്ത് ശ്രീ കെ സുധാകരൻ, നേരത്തെ ശ്രീ എൻ ഷംസീർ ചോദിച്ച ചോദ്യത്തിന് താങ്കൾ ഇതുവരെ മറുപടി പറഞ്ഞിട്ടില്ല. നിങ്ങളിപ്പോ ഇദ്ദേഹത്തിന് ഞാൻ പറയാം, ഇദ്ദേഹം ഇപ്പൊ കുറച്ചു കാലമായി മുഖ്യധാരയിലില്ല കോൺഗ്രസിന്റെ. കഴിഞ്ഞ 20 മാസമായി ഞങ്ങൾ അദ്ദേഹത്തെ കണ്ടിട്ടുമില്ല. അവന്റെ അമ്മായിമ്മയുടെ കെട്ടിയോനല്ലേ ഞാൻ? ആരുടെ ഇവിടെ എത്ര വലിയ ഗസ്റ്റ്? അപ്പൊ ഇദ്ദേഹം ഇപ്പോ പോളിറ്റിക്സിനകത്ത് ഒരു എൻട്രിക്ക് വേണ്ടി പല വെടി പൊട്ടിക്കുകയാണ്. അത്തരത്തിലൊരു വെടി മാത്രമായിട്ട് ഈ ജയിൽ സംഭവത്തെ ഞാൻ കാണുന്നുള്ളൂ. ഞാൻ ഇദ്ദേഹത്തെ അന്വേഷിക്കാറുണ്ട് കോൺഗ്രസ്, ഇദ്ദേഹം എവിടെ പോയി. അപ്പൊ അദ്ദേഹത്തിന്റെ ആരോഗ്യ പ്രശ്നങ്ങളെന്ന് ഞാൻ മനസ്സിലാക്കി. പക്ഷേ എന്തിനും ഏതിനും CPM-നെ അടിക്കാൻ ആയുധവുമായി ഇറങ്ങുന്ന കെ സുധാകരൻ എന്തേ എന്ന മുഹമ്മദ് കുഞ്ഞിന്റെ സംഭവം മുമ്പ് പറയാതിരുന്നു? അവരുടെ പോവാൻ പറ. ഇദ്ദേഹം പറഞ്ഞിട്ടെന്തേ മുമ്പ് പറയാതിരുന്നത്? അപ്പൊ ഞാൻ പറഞ്ഞല്ലോ, ഇതൊക്കെ ഇദ്ദേഹത്തിന്റെ ഒരു ഉണ്ടയില്ല വെടി മാത്രമാണ്. ഇതൊന്നും കേരളത്തിലെ ജനങ്ങൾ വിശ്വസിക്കാൻ പോകുന്നില്ല. പിന്നെ ഇദ്ദേഹം ഉന്നയിക്കുക, അദ്ദേഹം വളരെ സീനിയർ പൊളിറ്റീഷ്യൻ ആണ്. ഞങ്ങളൊക്കെ പൊതുരംഗത്ത് വരുന്നതിനേക്കാൾ എന്റെ പ്രായത്തേക്കാൾ കൂടുതൽ ഒരു പക്ഷെ അദ്ദേഹത്തിന് തെരഞ്ഞെടുപ്പ് പാർലമെന്ററി പൊളിറ്റിക്സിനകത്തും പൊതുരാഷ്ട്രീയത്തിനകത്ത് അനുഭവ സമ്പത്ത് ഉണ്ടാവാം. എന്റെ മാതാവേ, ഇവന്മാരുടെ ഇടയിലിട്ട് എന്നെ ഇങ്ങനെ കഷ്ടപ്പെടുത്താണ്ട് ഇവന്മാരെ കുറച്ച് നേരത്തെ നിനക്ക് വിളിച്ചൂടെ? വിളിക്കോ? അതുകൊണ്ട് അദ്ദേഹം പറയുന്ന കാര്യത്തെ കേരളത്തെ പോലീസ് അന്വേഷിക്കട്ടെ. കെ സുധാകരനെ പോലെ, ബഹുമാന്യ കെ സുധാകരനെ പോലത്തെ ഒരു സീനിയർ മോസ്റ്റ് പാർലമെന്റേറിയൻ പൊളിറ്റീഷ്യൻ അദ്ദേഹം ഉന്നയിക്കുന്ന ആരോപണങ്ങൾ അന്വേഷിക്കട്ടെ. ഞങ്ങൾ ഒന്നിനും വിഘാതം നിൽക്കുന്നില്ല. ജയിലിനകത്ത് കൊണ്ടുപോയി കൊല്ലാൻ ശ്രമിച്ചു, ഞാൻ ഇടപെട്ട് തടഞ്ഞു, ശരി. ഈ പറഞ്ഞ ഞാൻ അന്വേഷിക്കട്ടെ. ഇവിടെ ഓരോ കഥകളും അദ്ദേഹം രചിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ നാളെ ഏതെങ്കിലും വെടിപൊട്ടിക്കും. മക്കളെ, രാജസ്ഥാൻ മരുഭൂമിയിലേക്ക് മണൽ കയറ്റി വിടല്ലേ. കാരണം പൊളിറ്റിക്സിന്റെ അകത്ത് മെയിൻ സ്ട്രീമിലേക്ക്, കണ്ണൂർ പൊളിറ്റിക്സിൽ നിന്നും കേരള പൊളിറ്റിക്സിൽ നിന്നും മാർജിനലൈസ് ചെയ്യപ്പെട്ട ഒരു നേതാവിന്റെ ദീനവിലാപമായി മാത്രമേ ഞങ്ങൾക്ക് ഇതിനെ കാണാൻ സാധിക്കൂ. അത് കാണാൻ തന്നെ ഞാൻ വന്നത്. മെയിൻ സ്ട്രീമിലേക്ക് വരാൻ ഈ രാഷ്ട്രീയ കൊലപാതകത്തെ താങ്കൾ ഉപയോഗിക്കുന്നുണ്ടോ? മെയിൻ സ്ട്രീമിലേക്ക് വരാൻ ഈ രാഷ്ട്രീയ കൊലപാതകത്തെ താങ്കൾ ഉപയോഗിക്കുന്നുണ്ടോ? ശരി ശരി ശരി, നമ്മൾ തമ്മിൽ ഒരു പണക്കമല്ല. നിലവാരമില്ലാത്ത ഒരു ചർച്ചയിൽ ഇരിക്കാനും സംസാരിക്കാനും എനിക്ക് താല്പര്യമില്ല. തുടക്കത്തിലേ നിങ്ങളോട് ഞാൻ പറഞ്ഞിരുന്നു, മാന്യതയുടെ അതിർവരമ്പ് ലംഘിക്കുന്ന തരംതാണ രാഷ്ട്രീയത്തോട് പ്രതികരിക്കാനൊന്നും സമയവും ഒന്നും എനിക്കതിനില്ല. ഇൻസൾട്ടാണ് മുരളി ഈ ലോകത്തിലെ ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെന്റ്. ഏത് തോറ്റവനെയും ജയിപ്പിക്കുന്ന ട്യൂഷൻ. ഞാൻ അതുകൊണ്ട് അതിനൊന്നും മറുപടി പറയുന്നില്ല. ഷംസീറിന്റെ രാഷ്ട്രീയ വളർച്ച, രാഷ്ട്രീയ വരവ് ഒക്കെ അതിന്റെയൊക്കെ പിന്നാമ്പുറത്തെ കഥകളൊന്നും എന്നെ കൊണ്ട് പറയിപ്പിക്കാതിരിക്കുന്നത് ഷംസീറിന് നല്ലതായിരിക്കും. ഇൻസൾട്ടഡ് ആയിട്ടുള്ളവനെ ലൈഫിൽ രക്ഷപ്പെട്ടു. പിന്നെ എന്റെ രാഷ്ട്രീയ എൻട്രി അതൊന്നും നിങ്ങളുടെ ആരുടെയും കയ്യിലല്ല, CPM-ന്റെ ഗുണ്ടകളുടെ കയ്യിലല്ല. എന്റെ രാഷ്ട്രീയ ഫെയ്ത്ത് നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളുക. എനിക്ക് എന്റേതായ അണികളുണ്ട് ഈ കണ്ണൂരിൽ. ഈ കോൺഗ്രസിനകത്ത് എനിക്ക് എന്റേതായ സ്ഥാനമുണ്ട്. നിങ്ങളെയൊന്നും നിങ്ങളുടെ CPM-ന്റെ ഒന്നും ഒരു 5000 എനിക്ക് ആവശ്യമില്ല. ഷംസീറിന്റെ ഔദാര്യം വേണോ എനിക്ക് പൊളിറ്റിക്സിൽ കളിക്കാൻ? നാണം കെട്ട ഇതുപോലുള്ള ആർഗ്യുമെന്റ് നടത്തി ഒരു ചാനൽ ചർച്ച വൃത്തികേടാക്കല്ല. പേ പിടിച്ചൊരു പട്ടിയെ പോലെ ഞാൻ ഓടി നടക്കുന്നത്. ഞാനൊരു അല്പം മനസമാധാനത്തിനാണ് ഇവിടെ വരുന്നത്. നമ്മളൊരു വിഷയത്തെ കുറിച്ചാണ് ഇവിടെ സംസാരിക്കുന്നത്. എന്താ പറയുക? ഇഞ്ചിഞ്ചായി 6 ഇഞ്ചിഞ്ചായി മരിച്ചു. ഞാൻ പറഞ്ഞു, നിങ്ങൾ പറഞ്ഞ് തിരുത്തിയില്ലേ? അത് ഞാൻ പറഞ്ഞത് യൂത്ത് ലീഗിന്റെ പ്രവർത്തകനെയാണ്, അല്ലാതെ ഞങ്ങളെ ഇവനെ കുറിച്ചല്ല, ഷുഹൈബിനെ കുറിച്ചല്ല ഞാനിത് പറഞ്ഞത്. അത് എല്ലാവർക്കും അറിയാം. എന്നോട് ക്ഷമിക്കണം. അതൊന്നും സാരമില്ല. വിഷയം പോലും അറിയാതെയും പറയുന്ന കാര്യങ്ങൾ കേൾക്കാതെയും വായി തോന്നുന്നത് വിളിച്ചു പറയുന്ന ഒരു ചർച്ചക്ക് ഞാൻ എന്ത് മറുപടി പറയണമെന്നാ മിസ്റ്റർ നിഖിലേഷ് നിങ്ങൾ പറയുന്നത്? ഏത് ചർച്ചക്കാണ് ഞാൻ മറുപടി പറയേണ്ടത്? ഇവിടെ എന്താ മറുപടി പറയാൻ അദ്ദേഹം ചോദിച്ചത്? ഇവിടെ ഇത്രയും വലിയൊരു കൊലപാതകം ഞാൻ ചോദിക്കുന്നു, ഇവരെ ആളിന്റെ കൊലപാതകത്തിന്റെ എണ്ണവും വണ്ണവും പറയാ. നിങ്ങൾ കൂടുതൽ മരിക്കും. എന്തുകൊണ്ടാണ് മരിക്കുന്നത്? ഉണ്ണിച്ചാന് പറ്റുമെങ്കിൽ എന്നെ ഈ പ്രശ്നത്തിൽ നിന്ന് എങ്ങനെയെങ്കിലും നൂരിത്താം. നിങ്ങൾ ഈ രാജ്യത്തെ എല്ലാ ആളുകളെയും ആക്രമിക്കുന്നവരാണ്. ഒരു മര്യാദ വേണ്ട. കേരളത്തിൽ ഇപ്പൊ നടക്കുന്ന എന്തെല്ലാം ആക്രമം! നിങ്ങൾ ആർഎംപിക്കാരെ കൊല്ലുന്നു, നിങ്ങൾ ആർഎംപിക്കാരുടെ വീടുകളും കടകളും അടിച്ചു പൊളിക്കുന്നു, നിങ്ങൾ മുസ്ലിം ലീഗുകാരെ കൊല്ലുന്നു, നിങ്ങൾ BJP-ക്കാരെ കൊല്ലുന്നു, നിങ്ങൾ കോൺഗ്രസുകാരെ കൊല്ലുന്നു. ഇത്രയും കൊണ്ട് അവസാനിച്ചതിന് സ്വാമിക്ക് നന്ദി പറയാ.
നിങ്ങൾ എല്ലാ പാർട്ടിയുടെയും ഈ അക്രമത്തിന്റെ എല്ലാം ഒരു ഭാഗത്ത് നാണോ മാനോ ഇല്ലാത്ത ഒരു പാർട്ടിയായി നിങ്ങൾ നിൽക്കുകയല്ലേ? അഭിമാനമുണ്ടോ നിങ്ങൾക്ക് സംസാരിക്കാൻ, ജനങ്ങളെ മുഖത്ത് നോക്കി സംസാരിക്കാൻ? ശ്രീ കെ സുധാകരൻ, ശ്രീ എൻ ഷംസീർ പറയുന്നതിന്റെ പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറയുന്നത് കെ സുധാകരൻ ഗാന്ധിയനൊന്നും അല്ലല്ലോ. കെ സുധാകരൻ പറയുന്നത് കേട്ടാൽ കെ സുധാകരൻ ഗാന്ധിയനാണ് തോന്നുമെന്നാണ്. ഇതൊരു തൊഴിലായിട്ട് കാണാതിരുന്നാ മതി. ഈ അക്രമ രാഷ്ട്രീയത്തിന്റെ, കണ്ണൂർ ജില്ലയിലെ അക്രമ രാഷ്ട്രീയത്തിലെ പ്രധാനപ്പെട്ട ഒരു റോൾ ശ്രീ കെ സുധാകരൻ താങ്കൾക്കില്ലേ എന്നാണ് ശ്രീ ഷംസീർ ചോദിക്കുന്നത്. ഈ കൊല മാത്രമല്ലല്ലോ, കൊള്ളയടിക്കുകയല്ലേ? ഞാൻ ചോദിക്കുന്നത്, നാദാപുരത്തും അതുപോലുള്ള മറ്റ് തുണയിലുമൊക്കെ ഇവർ ചെയ്തത് എന്താ? ഇവർ ചെയ്തത് അവിടെ കടകൾ കൊള്ളയടിച്ചു, വീടുകൾ കൊള്ളയടിച്ചു, ആളുകളെ കൊന്നു. ഇവർ എന്തൊരു രാഷ്ട്രീയ പാർട്ടിയാണോ ഇത്? ജനാധിപത്യ സംവിധാനത്തിൽ പ്രവർത്തിക്കാൻ ഈ CPM എന്ന് പറയുന്ന, ഈ കൊള്ളയടിക്കുന്ന, ഈ കൊലപാതകം നടത്തുന്ന, കള്ളവോട്ട് ചെയ്യുന്ന ഈ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് എന്ത് അധികാരം, എന്ത് അവകാശം? ഒന്ന് നുള്ളിക്കേ. മുള്ളാനല്ല, എന്നെ ഒന്ന് നുള്ളിക്കേന്ന്. എന്തിനാടാ? ഞാൻ സ്വപ്നം കാണുകയാണോന്ന് അറിയാനാ. ജനാധിപത്യത്തെ മലീമസമാക്കുന്ന ഈ രാഷ്ട്രീയ പ്രസ്ഥാനത്തെ നിരോധിക്കണ്ടേ? ജനങ്ങൾ സംഘടിക്കണ്ടേ? ഈ വൃത്തികെട്ട രാഷ്ട്രീയ സമീപനത്തെ എതിർക്കണ്ടേ? അവന്റെ 16 അടിയിൽ തന്നെ നടന്നു. ഞാൻ അതിനുള്ള ഏർപ്പാടുണ്ടാക്കിട്ടേ ഇനി വീട്ടിലേക്കുള്ളൂ. എന്റെ മുഖ്യമന്ത്രിയുടെ ജില്ലയിൽ നടന്ന ഒരു അക്രമത്തെ കുറിച്ച് ഒരു വാക്ക് സംസാരിക്കാത്തത് നിങ്ങളെ ചോദിച്ചല്ലോ. അദ്ദേഹത്തിന്റെ ജില്ലയിലല്ലേ കൊലപാതകം നടന്നത്? അദ്ദേഹത്തിന്റെ നിയോജക മണ്ഡലത്തിൽ കൊലപാതകത്തിൽ നടന്നു. എന്ത് പ്രതികരിച്ചു മുഖ്യമന്ത്രി? എവിടെ മുഖ്യമന്ത്രിയുടെ നാമം ഇവിടെ പോയി? അന്ന് ഞാൻ വളരെ ക്രൂരമായി നിന്നോട് പെരുമാറി, എന്നോട് ക്ഷമിക്കണം. നിങ്ങൾ നേരത്തെ ചോദിച്ചതുപോലെ ഹരിയാനയിൽ പോയില്ലേ പ്രതിഷേധിക്കാൻ? ഹരിയാനയിലെ വിഷയത്തിൽ പ്രതിഷേധിച്ചില്ലേ? ഭോപ്പാലിലെ വിഷയത്തിൽ പ്രതികരിച്ചില്ലേ? സ്വന്തം ജില്ലയിലെ ഈ അക്രമത്തിനും കൊലപാതകത്തിനും പ്രതികരിക്കാത്ത ഒരു മുഖ്യമന്ത്രി കേരളത്തിന്റെ മുഖ്യമന്ത്രിയല്ല. വൃത്തികെട്ടവൻ. എന്റെ മാതാവേ, ഞങ്ങൾ എന്തൊക്കെയാണ് ഈ കാണുന്നത്? ശ്രീ സുധാകരൻ, താങ്കൾ ഞാൻ പറയുന്നത് കേൾക്കുക ദയവായി. ശ്രീ എൻ ഷംസീർ ചോദിച്ചൊരു ചോദ്യം, സുധാകരൻ ഗാന്ധിയനൊന്നും അല്ലല്ലോ. ഒരുപാട് ഉദാഹരണങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ശ്രീ എൻ ഷംസീർ പറഞ്ഞ കാര്യങ്ങൾ, ഇതിലെല്ലാം തന്നെയും സുധാകരന്റെ പങ്കാളിത്തമുണ്ട്. നിങ്ങളിപ്പോ കെ സുധാകരന്റെ രാഷ്ട്രീയ ചരിത്രമാണോ ഇവിടെ ചർച്ച? അതല്ല സുഹൈബിന്റെ കൊലക്കേസാണോ ചർച്ച? ഏതാ വിഷയം നിങ്ങൾ ചർച്ച? സാർ, ഇവനല്ല ഞാൻ ഉദ്ദേശിച്ചത്, ആള് മാറിപ്പോയി. ഷംസീർ ഉയർത്തി കാണിച്ച വിഷയം അതാണ്. നോക്കൂ, ഇത് കണ്ണൂർ ജില്ലയിലെ അക്രമ സംഭവത്തിന്റെ തുടർച്ചയായ ഏത് വിഷയമാ ചർച്ച ചെയ്യുന്നത്? ഞാൻ ഏത് കേസ് വാദിക്കണം, ഏത് ഏറ്റെടുക്കരുത് എന്നുള്ള കാര്യങ്ങളിലൊക്കെ നിർദ്ദേശം തരാൻ നിന്നെയൊക്കെ ഇങ്ങോട്ട് വായി തോന്നി വിളിച്ചു പറയുന്ന ഷംസീറിന്റെ ആക്ഷേപത്തിന് മറുപടി പറയാൻ വേറെ ആളെ നോക്കണം. എനിക്ക് മറുപടി പറയേണ്ടത് മാത്രമേ ഞാൻ മറുപടി പറയൂ. ഇവിടെ ചർച്ച എന്താ? ചർച്ചയിൽ ഊന്നി നിൽക്കാൻ നിങ്ങൾക്ക് സാധിക്കില്ലെങ്കിൽ ഞാൻ ഈ ചർച്ച അവസാനിപ്പിക്കും. ലുക്ക് സുഹൃത്തുക്കളെ, ആത്മപ്രശംസ ആത്മഹത്യയേക്കാൾ ചീപ്പാണെന്ന് എനിക്കറിയാം. എന്നാലും ചില സത്യങ്ങൾ വിളിച്ചു പറയാതിരിക്കാൻ എനിക്ക് സാധിക്കില്ല. മറുപടി ഇല്ലാത്തത് കൊണ്ടാണോ, അതോ അത് ഉന്നയിക്കുന്നത് കൊണ്ടാണോ, അതോ ഇത് ഷുഹൈബിന്റെ വിഷയം മാത്രം ചർച്ച ചെയ്യേണ്ടതാണ് എന്ന് താങ്കൾ കരുതുന്നത് കൊണ്ടാണോ? ഏത് സംശയം ഉന്നയിച്ചാലും എനിക്കൊരു പ്രശ്നമല്ല. ഏത് സംശയം ഉന്നയിച്ചാലും എനിക്കൊരു പ്രശ്നമല്ല. എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ സംഭവം കാണുന്നത്. എന്താ ചർച്ച ഇവിടെ? ചർച്ച സുഹൈബിന്റെ കൊലപാതകമാണോ ചർച്ച? അതല്ല കണ്ണൂർ ജില്ലയിലെ പണ്ട് നടന്ന സംഘടനകളാണോ, സംഘർഷങ്ങളാണോ? ഒരു പാർലമെന്ററിയാരനല്ലേ സംശയം? ഒരു നിയമസാമാജികനല്ലേ സംശയം? വിഷയത്തിലൂന്നി സംസാരിക്കാൻ പഠിക്കണ്ടേ? സത്യമാ സത്യം. വിവരക്കേട് വിളിച്ചു പറയുമ്പോൾ അതിന് മറുപടി പറയാൻ എത്ര കാലം പറയണം മറുപടി? പ്രണോയിയുടെ കേസ് ഇതും തമ്മിൽ എന്ത് ബന്ധം? പ്രണോയിയുടെ കേസിലൊക്കെ എനിക്ക് എന്നെ ജസ്റ്റിഫിക്കേഷൻ ഉണ്ട്, പറയാൻ ന്യായമുണ്ട്. അതൊന്നും ഷംസീറിനെ ബോധിപ്പിക്കേണ്ട കാര്യമില്ല. സോറി, എനിക്ക് ഫ്ലാറ്റ് മാറിപ്പോയതാ. അല്ലെങ്കിൽ വാവിട്ട വാക്കും വയറുവിട്ട വളി രണ്ട് തിരിച്ചെടുക്കാൻ പറ്റൂല. ഇവര് ഞങ്ങൾ കൊന്നു. നിങ്ങൾ ഓരോ കൊല നടക്കുമ്പോഴും ഇവർ ഈ കൊലക്കകത്ത് CPM-ന് പങ്കില്ലെന്ന് നാണമില്ലാതെ വിളിച്ച് പറയുന്ന ഒരു പാർട്ടി, ഇതുപോലൊരു പാർട്ടി വേറെയുണ്ടോ? നിനക്കിപ്പോ മനസ്സിലായല്ലോ ഞാൻ ആരാണെന്ന്. ഇവിടെ ഫസലിനെ ഇവർ കൊന്നിട്ടില്ല, ഇവർ ഷുക്കൂറിനെ കൊന്നിട്ടില്ല, ഇവർ ഇപ്പം ഈ സുഹൈബിനെ കൊന്നിട്ടില്ല, ഇവർ ചന്ദ്രശേഖരനെ കൊന്നിട്ടില്ല, ഇവർ ഈ രാജ്യത്ത് ആരെയും കൊന്നിട്ടില്ല. നിന്റെ നെഞ്ചിലും മരട് വെടിക്കിട്ട് കിടക്കണ എനിക്ക് ഇവിടെ കേൾക്കാം. ഇവരൊക്കെ സ്വയം കത്തിയെടുത്ത് കുത്തി മരിച്ച് വീണ് CPM-കാരുടെ പേരിൽ കേസിൽ പ്രതിയാക്കി അങ്ങനെ പോയതാണ്.
ഇവർ വളരെ മഹാത്മാഗാന്ധിയെ തോൽപ്പിക്കുന്ന അഹിംസാവാദികളാ CPM-ന്റെ നേതാക്കന്മാരും പ്രവർത്തകന്മാരും ഒക്കെ. എന്റേതും ഷംസീറിന്റെയും വാക്കുകൾ കേൾക്കുന്ന സമൂഹം വിലയിരുത്തട്ടെ. ഇതിൽ ഏത് ശരി ഏത് തെറ്റ്, ആര് ശരി ആര് തെറ്റ് എന്ന് സമൂഹം വിലയിരുത്തട്ടെ.